Morning all. Today we are going to be learning how to write a letter. ഞാൻ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ എങ്ങനെയാണ് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇപ്പം നമ്മൾ കോമൺലി ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. ഓക്കെ ഓക്കെ അപ്പം ഫസ്റ്റ് ആണ് ഒരു ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റിയിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? Given below are letters written by 3 students. Read them silently and find out the mistakes. അപ്പം 3 സ്റ്റുഡൻസിൻ്റെ 3 ലെറ്റേഴ്സ് ഉണ്ട് ഇവിടെ. അതിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളത് മെല്ലെ വായിക്കുക, എന്നിട്ട് അതിലുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഇത് വായിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ചെയ്തിരുന്ന ആ ഫോർമാറ്റ് ഒന്ന് ഓർക്ക്. ആ ആദ്യത്തെ ഫോർമാറ്റ് ഞാൻ 2 ഫോർമാറ്റ് പറഞ്ഞു തന്നിരുന്നു. അഥവാ സെൻറ്ററിൻ്റെ അഡ്രസ്സ്, അതായത് അയക്കുന്നവരെ അഡ്രസ്സും എഴുതുന്നുണ്ടെങ്കിൽ ആ ഫോർമാറ്റ് എന്തായിരുന്നു? ആദ്യം പേരെഴുതുക. ഫ്രം എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ആദ്യം ഇപ്പോൾ രാധിക ആണെങ്കിൽ രാധിക എന്ന് മാത്രം എഴുതുക. അതിനുശേഷം രാധികേൻ്റെ അഡ്രസ്സ് എഴുതുക. രാധികേൻ്റെ ഫുൾ നെയിം വേണം. അതിനുശേഷം അഡ്രസ്സ്. അതിനുശേഷം ആണെങ്കിൽ ദ HOD എന്നാണെങ്കിൽ ദ HOD. അതിനുശേഷം ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിനുശേഷം ഏതാണ് കോളേജ്. ഈ കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ലീവ് എ ലൈൻ അഗെയിൻ. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? വേറൊരു കാര്യം ഇവിടെ മിസ്സിങ് എന്താണ്? ഫസ്റ്റ് ലെറ്ററിൽ ആദ്യം എന്താണ് വരിക? രാധിക. ഫുൾ പേരെന്താണോ അത് രാധിക. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ എന്താണ്? അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ഒരു ലൈൻ വിട്ടിട്ട് ഡേറ്റ് എഴുതുക. ഡേറ്റ് എന്ന് പറയുമ്പം ഫുൾ ഡേറ്റ് എഴുതണം. ഇപ്പം ഇന്ന് സപ്പോസ് 11th ജൂൺ ആണെങ്കിൽ 11th ജൂൺ 2021 എന്ന് എഴുതുക, കോമ. അതിനുശേഷം ലീവ് എ ലൈൻ ആൻഡ് റൈറ്റ് ആർക്കാണ് എഴുതുന്നത് എന്ന് എഴുതിയതിന് ശേഷം ദ HOD ആണെങ്കിൽ ദ HOD. അതിനുശേഷം വേറൊരു കാര്യം എന്താ? ന് ശേഷം കോമ വരില്ല. HODക്ക് ശേഷമാണ് കോമ വരിക. അതിനുശേഷം ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, കോളേജ് നെയിം, കോളേജ് അഡ്രസ്. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ലീവ് എ ലൈൻ അഗെയിൻ. പിന്നെയും ഒരു ലൈൻ വിട്ടിട്ട് എന്താണ് എഴുതേണ്ടത്? റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാം അല്ലെങ്കിൽ ഡിയർ സർ. ഡിയറിനെക്കാട്ടും എനിക്കൊന്ന് റെസ്പെക്റ്റഡ് സർ വിൽ ബി മോർ അപ്രോപ്രിയേറ്റ്. ഓക്കെ, അതിനുശേഷം ഒരു ലൈൻ വിട്ടിട്ട് റെസ്പെക്റ്റഡ് സർ മാമിന് മുമ്പ് വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ അതൊക്കെ എഴുതിയതിന് ശേഷം ഒരു ലൈൻ വിട്ടിട്ട് സബ്ജക്റ്റ് എഴുതണം. എന്താണ് മെയിൻ സബ്ജക്റ്റ്, നിങ്ങൾ എഴുതുന്നതിൻ്റെ പേർപ്പസ് എന്താണെന്ന് ആ സബ്ജക്റ്റിൽ ഒരു ലൈനിൽ ബ്രീഫായിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? ബോഡിയിൽ ഐ കാൻറ്റ് അറ്റൻഡ് ക്ലാസ്, ഐ ഹാവ് ഹെഡ് പെയിൻ ആൻഡ് ഫീവർ, ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഗ്രാൻറ്റ് മീ ലീവ്. ഓക്കെ, ദർ ആർ മെനി സ്പെല്ലിംഗ് എറേഴ്സ് ഓൾസോ. അപ്പം എന്താണ് സബ്ജക്റ്റ് എഴുതുമ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്താണ്? ക്ലാസ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഷീ ഈസ് നോട്ട് വെൽ. അതാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ പേർപ്പസ്. അപ്പോൾ സബ്ജക്റ്റിൽ എന്താണ് എഴുതുക? സബ്ജക്റ്റ് ഈസ് request to grant me leave, okay, because I am unwell. Okay, request to grant me leave because I am unwell. Okay, അതാണ് സബ്ജക്റ്റ്. അതിനുശേഷം ഒരു ലൈൻ വിട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്? റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാം, കോമ എഴുതിയിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ എഴുതേണ്ടത്? അതിൻ്റെ അടുത്ത ലൈനിൽ നിങ്ങളെ ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ്, ഏത് സെമസ്റ്റർ ആണ് അല്ലെങ്കിൽ ഏത് ഇയർ ആണെന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾ റോൾ നമ്പർ മെൻഷൻ ചെയ്യുക. അതിനുശേഷമാണ് ഈ മെയിൻ ആയിട്ടുള്ള ബോഡി വരിക. അതുമാത്രമല്ല ബോഡിയിൽ എന്താണ്? ഐ കാൺട്ട് അറ്റൻഡ് ക്ലാസ് എന്നുള്ള എഴുതുക. ആദ്യം പറ ഐ ഹാവ് ഹെഡ് പെയിൻ എന്നല്ല, ഹെഡ് ഏക്ക് എന്നായിരിക്കും. ഓക്കെ, ഐ ഹാവ് സിവിയർ ഹെഡ് ഏക്ക് ആൻഡ് ഫീവർ വിച്ച് ഈസ് വൈ ഐ കനോട്ട് അറ്റൻഡ് ക്ലാസ്. ഇതില്ലോണ്ടാണ് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് എന്നത് മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്താണ്? ഐ വുഡ് ബി വെരി ഗ്രേറ്റ്ഫുൾ ടു യു ഇഫ് യു ഗ്രാൻറ്റ് മീ ലീവ്. ഓക്കെ, അപ്പം ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു യു അല്ലെങ്കിൽ ഐ വുഡ് ബി ഹൈലി ഒബ്ലൈജ്ഡ്. ഐ വുഡ് ബി ഗ്രേറ്റ്ഫുളിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? GRATE ആണ്, GREAT എന്നല്ല. ഓക്കെ, ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു യു ഇഫ് യു വുഡ് ഗ്രാൻറ്റ് മീ ലീവ്. ഗ്രാൻഡ് ആണ്, ഗ്രാൻഡ് എന്നല്ല. ഓക്കെ, അത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ. 1 സെക്കൻഡ്. അതിനുശേഷം താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്താണ്? യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, എന്ന് എഴുതിയതിന് ശേഷം കോമ കൊടുത്തിട്ട് നിങ്ങളെ ഫുൾ പേര് എഴുതുക. അതിൻ്റെ താഴെ നിങ്ങൾ എന്താണ് ക്ലാസ്സിൻ്റെ ഇതും വേണമെങ്കിൽ എഴുതിക്കോ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നും കൂടി വേണമെങ്കിൽ എഴുതിക്കോ. അപ്പം ഇതാണ് ഈ ഒരു പ്രോപ്പർ ഫോർമാറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ ലെറ്ററിൽ എന്താണ്? കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യുവർ ജോബ് ഇസ് ടു കറക്റ്റ് ദീസ് 3 ലെറ്റേഴ്സ്. ഓക്കെ, ഈ 3 ലെറ്ററും കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം.
ഓക്കെ, അപ്പോൾ എന്താണ് 3 ലെറ്റേഴ്സ് ഉണ്ട് ഇവിടെ. 3 ലെറ്റേഴ്സിൽ എന്തൊക്കെ എറർ ഉണ്ടെന്ന് നോക്കിയിട്ട് ഈ 3 ലെറ്ററും നിങ്ങൾ നിങ്ങളെ നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, എഴുതിയിട്ട് എനിക്ക് പിക്ചേഴ്സ് അയക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ലെറ്റർ നമുക്കൊന്നും കൂടി നോക്കാം. അപ്പം ആദ്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, സെൻറ്ററിൻ്റെ ഫുൾ പേര് വേണം എഴുതാൻ. ഇതെന്താണ്, ഇഷാൻ എന്നാണ് പേര് എഴുതിയിട്ടുള്ളത്. ഇഷാൻ എന്ന് പേര് എഴുതിയിട്ട് എന്താണ്, സ്മോൾ ലെറ്ററിൽ നിന്നാണോ പേര് സ്റ്റാർട്ടാവുക? എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലാണ് പേര് സ്റ്റാർട്ടാവുക. അപ്പം ഇഷാൻ എന്ന് പറഞ്ഞിട്ട് ഇഷാൻ്റെ ഫുൾ പേര് എഴുതുക. അതിനുശേഷം എന്താണ്, ക്ലാസ് അല്ല എഴുതേണ്ടത്. അതിനുശേഷം എന്താണ് എഴുതേണ്ടത്, കോളേജിൻ്റെ പേരല്ല, സ്വന്തം അഡ്രസ്സ് എഴുതുക. പേരെഴുതുക, സ്വന്തം അഡ്രസ്സ് എഴുതുക. ഒരു ലൈൻ വിട്ടിട്ട് എന്താണ്, ഡേറ്റ് എഴുതുക. ഡേറ്റ് ഒരിക്കലും എന്താണ് ഇങ്ങനെ 1/2/2015 ഇങ്ങനെയല്ല എഴുതേണ്ടത്. 1st February 2015 ഇങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ആർക്കാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ആർക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്, പ്രിൻസിപ്പലാണ്. അപ്പോൾ എന്താണ് എഴുതുക, ആദ്യം 2 എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ എന്താണ്, ദ പ്രിൻസിപ്പൽ. അതിനുശേഷം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് തന്നെ എഴുതണം. ഓക്കെ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പൊള്ളാച്ചി. നെക്സ്റ്റ് ലൈനിൽ അതിൻ്റെ അഡ്രസ്. അതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ എന്താണ്, സബ്ജക്റ്റ്. ലീവ് എ ലൈൻ അഗെയിൻ, ദെൻ റിസ്പെക്റ്റഡ് സർ എന്ന് എഴുതിയതിന് ശേഷം കോമ. അതിനുശേഷം ഈ സർ എവിടെയാണ് എൻഡ് ആവുന്നോ അവിടെ നിന്ന് തൊട്ടാണ് ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, റിസ്പെക്റ്റഡ് സർ. അതിനുശേഷം എന്താണ് എഴുതുക, ആദ്യം നിങ്ങൾ ക്ലാസ്സും ഡിപ്പാർട്ട്മെൻറ്റും എഴുതുക. ഇപ്പം ഇഷാൻ ആണെങ്കിൽ ഐ ഇഷാൻ, ഇഷാൻ സപ്പോസ് നെയിം ഇസ് അവസ്ഥി, ഐ ഇഷാൻ അവസ്ഥി, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ പാസ് ഔട്ട് ഓഫ് GPTC പൊള്ളാച്ചി അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പൊള്ളാച്ചി, want my അല്ലെങ്കിൽ സോറി, ഐ വിൽ ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. റിസ്പെക്റ്റഡ് സാർ എഴുതിയതിന് ശേഷം ഐ ഇഷാൻ അവസ്ഥി, ഐ എം എ ഫോമർ സ്റ്റുഡൻറ്റ് ഓഫ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പൊള്ളാച്ചി. ഇത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, ഫോമർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫോമർ സ്റ്റുഡൻറ്റ് എന്ന് പറയാം. ഇപ്പോഴത്തെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഓഫ്. ഈ ഫോമർ സ്റ്റുഡൻറ്റ് എഴുതിയതിന് ശേഷം ഫോമർ ഡിപ്പാർട്ട്മെൻറ്റും കൂടി മെൻഷൻ ചെയ്യണം. ഫോമർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ആ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതുക. അപ്പോൾ അതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താണ്, ഒരിക്കലും ഐ വോണ്ട് മൈ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. എന്താണ് പറയുക, കുഡ് യു പ്ലീസ്, ഐ നീഡ് മൈ സർട്ടിഫിക്കറ്റ്, എനിക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് വേണമെന്നല്ല പറയുക, എനിക്ക് ആവശ്യമുണ്ടെന്നാണ് പറയുക. അപ്പോൾ എന്താണ്, ഐ നീഡ് മൈ സർട്ടിഫിക്കറ്റ്സ് ഫോർ ടേക്കിംഗ് photocopy for army recruitment. I will return them after photocopying. അത് എഴുതിയതിന് ശേഷം എന്താണ്, ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു യു ഇഫ് യു കുഡ് ഗിവ് മീ മൈ സർട്ടിഫിക്കറ്റ്സ്. അതിനുശേഷം താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ, ദെൻ അഗെയിൻ യോഴ്സ് ലവിങ്ലി എഴുതിയതിന് ശേഷം, യോഴ്സ് ലവിങ്ലി ഒരിക്കലും വരില്ല, സോറി, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി. അപ്പോൾ ഇവിടെ വേറൊരു കറക്ഷനും കൂടി വന്നു, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി. അതിനുശേഷം എന്താണ്, ഇഷാൻ അവസ്ഥി, ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏത് ഇയർ ആണെന്നും കൂടി എഴുതിക്കോ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ. ഇപ്പോൾ 2 ലെറ്റേഴ്സ് നമ്മൾ നോക്കി. ഇനി തേർഡ് ലെറ്റർ എന്താണെന്ന് ഒന്നും കൂടി നമുക്ക് പ്രോപ്പർലി ഇതും കൂടി നോക്കിയാൽ ഫോമാറ്റ് എന്താണെന്ന് പ്രോപ്പർലി നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, സ്റ്റാർട്ടിങ് വിത്ത് രാഹുൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, രാഹുൽ എന്ന് എഴുതിയിട്ടുണ്ട്. രാഹുൽ എന്നാണ് പേര്. ഫുൾ പേര് എപ്പോഴും എഴുതണം. ഫുൾ പേര് എഴുതുക. അതിനുശേഷം അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ഒരു ലൈൻ വിട്ടിട്ട് എന്താണ്, ഡേറ്റ് എഴുതുക. പിന്നെയും ഒരു ലൈൻ വിട്ടിട്ട് എന്താണ്, 2. അതിനുശേഷം നെക്സ്റ്റ് ലൈൻ ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിൻ്റെ സ്പെല്ലിംഗ് എന്താണ്, PRINCIPAL എന്നാണ് പ്രിൻസിപ്പലിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്താണ്, GPC ആലപ്പുഴ എന്ന് എഴുതണ്ട, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ആലപ്പുഴ എന്ന് എഴുതുക. നെക്സ്റ്റ് ലൈനിൽ എന്താണ്, അവിടുത്തെ അഡ്രസ്സ് എഴുതുക. അതിനുശേഷം ഒരു ലൈൻ വിട്ടിട്ട് സബ്ജക്റ്റ് എഴുതുക. അതിനുശേഷം ഒരു ലൈനും കൂടി വിട്ടിട്ട് ഡിയർ സാറിനെക്കാട്ടും റിസ്പെക്റ്റഡ് സാർ എന്ന് എഴുതുക. ഓക്കെ, കോമ കൊടുക്കുക. നെക്സ്റ്റ് എൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് എഴുതേണ്ടത്, നിങ്ങളെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണ് ആ ഇൻട്രൊഡക്ഷനിലെ ഇൻഫർമേഷൻ വേണ്ടത്, നിങ്ങളെ പേര്, നിങ്ങൾ എപ്പോഴത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഈ കോളേജിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഇൻക്ലൂഡഡ് ആയിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫിൽ. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് ആവശ്യം, നിങ്ങൾക്ക് TCയും CCയും വേണം. അപ്പോൾ എന്താണ് എഴുതുക, TC/CC എന്നല്ല എഴുതേണ്ടത്, എന്താണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഫുൾ പേരിൽ വേണം എഴുതാൻ. അപ്പോൾ എന്താണ് എഴുതുക, എനിക്ക് ഇങ്ങനത്തെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പാസ് ഔട്ടാണ്, സോ ഐ എം എ ഫോമർ സ്റ്റുഡൻറ്റ് ആൻഡ് ഐ
need to produce my transfer certificate and character certificate for some work അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ സബ്മിറ്റ് ചെയ്യാനാണെങ്കിൽ for my higher studies. So I would be very grateful to you if you could provide me the same. ഓക്കെ, അപ്പോൾ എനിക്കത് തന്നാൽ എനിക്ക് അത്രയും ഉപകാരപ്പെടും. ഓക്കെ, അത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ലൈൻ എന്താണ്, നെക്സ്റ്റ് പാരഗ്രാഫ് എന്താണ്, താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ. അതിനുശേഷം യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ദെൻ യുവർ നെയിം ആൻഡ് യുവർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പം മെയിനായിട്ട് ഞാൻ ഫോർമാറ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ നോട്ട്സിൽ കറക്റ്റ് ഫോർമാറ്റ് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നിങ്ങളിപ്പം ഫോർമൽ ലെറ്റർ എഴുതുന്നതാണെങ്കിൽ എങ്ങനെയാണ് എഴുതുക, ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റ് വെച്ചിട്ടാണെങ്കിൽ ആദ്യം അയക്കുന്നയാളെ പേര്, ഇപ്പം നമ്മളാണ് എഴുതുന്നത്, അപ്പോൾ ആദ്യം എന്താണ് നമ്മളെ ഫുൾ പേര് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പേജ്, ലെഫ്റ്റ് എന്താണ് പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആദ്യം തന്നെ മേലെ നമ്മളെ ഫുൾ പേര്. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ എന്താണ് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്, നോട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളെ അഡ്രസ്സ്. ആദ്യം നമ്മളെ പേര്, അതിനുശേഷം നമ്മളെ അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് ഒരു ലൈൻ വിട്ടിട്ട് ഡേറ്റ് എഴുതുക. ഡേറ്റ് എപ്പോഴും എങ്ങനെ എഴുതേണ്ടത്, ഇപ്പം 11th June 2015 ആണെങ്കിൽ 11/06/2021 അങ്ങനെയല്ല എഴുതേണ്ടത്. ഇപ്പം 11th June, അതും ഷോർട്ട് ഫോമിലല്ല ഒരിക്കലും നമ്മൾ മന്ത് എഴുതേണ്ടത്. ഡിസംബർ ആണെങ്കിൽ ഫുൾ ഡിസംബറിന് ഫുൾ സ്പെൽ ഔട്ട് ചെയ്തിട്ട് എഴുതണം. അതേപോലെ ജൂൺ ആണെങ്കിൽ 11th June 2021 എന്ന് എഴുതിയതിന് ശേഷം കോമ. അതിനുശേഷം നെക്സ്റ്റ് എന്താണ് ഒരു ലൈനും കൂടി വിടുക. അതിനുശേഷം എന്താണ് നിങ്ങൾ 2 എന്നെഴുതുക. 2 എന്നെഴുതിയതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ദ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ആർക്കാണ് എഴുതുന്നത് അവരെ അഡ്രസ്സ് ചെയ്തിട്ട് എഴുതുക. അതിനുശേഷം നെക്സ്റ്റ് ലൈനിൽ ഏത് കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് അല്ലെങ്കിൽ ഏത് കോളേജിൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ് അതൊക്കെ എഴുതുക. അതിനുശേഷം ഒരു ലൈൻ നെക്സ്റ്റ് ലൈനിൽ എന്താണ് അഡ്രസ്സ് എഴുതുക കോളേജിൻ്റെ. ഒരു ലൈനും കൂടി വിട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് എന്താണ് വർക്ക് എന്താണ് അതിന് ഷോർട്ട് ആക്കി എഴുതണം. ഇപ്പോൾ ഗിവ് മീ TC ആൻഡ് CC എന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് റിക്വസ്റ്റ് ടു പ്രൊവൈഡ് മീ വിത്ത് മൈ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഇതായിരിക്കും സബ്ജക്റ്റ്. ഓക്കെ, ലീവ് എ ലൈൻ അഗൈൻ, ഒരു ലൈനും കൂടി വിട്ടിട്ട് എന്താണ് ഡിയർ സർ എന്നെക്കാട്ടും റെസ്പെക്റ്റഡ് സർ വിൽ ബി മോർ അപ്രോപ്രിയേറ്റ്. ഐ വിൽ സേ ദറ്റ് അഗൈൻ. ഓക്കെ, അപ്പം റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് മാം, കോമ. നെക്സ്റ്റ് ലൈനിൽ എന്താണ് ആ സർ എവിടെയാണ് എൻഡ് ആവുന്നത് ആ എക്സാക്ട് പൊസിഷൻ തൊട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ എന്താണ് എഴുതേണ്ടത്, ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങളെ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, നിങ്ങളെ പേര്, നിങ്ങളെ ക്ലാസ്, നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ എഴുതുക. നിങ്ങളിപ്പം ക്ലാസ്സിൽ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫോമർ സ്റ്റുഡൻ്റ് ആണെന്ന് മെൻഷൻ ചെയ്യുക. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോമർ സ്റ്റുഡൻ്റ് ആണ് ഇതും മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ ബോഡി ആയിരിക്കും. ബോഡിയിൽ എന്താണ് ബോഡി എപ്പോഴും എങ്ങനെ എഴുതേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം അത് പൊലൈറ്റ്ലി ചോദിക്കുക. എനിക്ക് താ എന്നല്ല പറയേണ്ടത്, എനിക്ക് തരാൻ പറ്റുമോ പ്ലീസ്, എനിക്ക് ഇന്ന ആവശ്യത്തിന് എനിക്ക് ഈ ഡോക്യുമെൻറ്റ്സ്, ഇന്ന ഒരു കാര്യത്തിന് എനിക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പ്ലീസ് ഗിവ് മീ ദ സെയിം, റിക്വസ്റ്റ് ചെയ്യുക. ആൻഡ് ദെൻ ടെൽ ദം ദറ്റ് യു വിൽ ബി ഗ്രേറ്റ്ഫുൾ ഇഫ് ദേ പ്രൊവൈഡ് യു ദ സെയിം. എന്നിട്ട് എന്താണ് എനിക്ക് അത്രയും ഉപകാരപ്പെട്ട് നിങ്ങൾ തന്നാലേ എന്ന് മെൻഷൻ ചെയ്യുക. ലാസ്റ്റ് അതായത് തേർഡ് പാരഗ്രാഫിൽ എന്താണ് ഒരു ലൈൻ മാത്രമാണ് എഴുതേണ്ടത്, ദാറ്റ് ഈസ് താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ. ഓക്കെ, അത് എഴുതിയതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ എന്താണ് എഴുതേണ്ടത്, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറയുമ്പം YOUR അപ്പോസ്ട്രഫി വേണ്ട, YOURS എന്ന് എഴുതുക. ഓക്കെ, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, കോമ, എന്താണ് നിങ്ങളെ പേര്, നിങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾ എന്താണ് ലെറ്റർ എൻഡായി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു നോ ഹൗ ടു റൈറ്റ് എ ലെറ്റർ. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് കുട്ടിക്കൊന്നും എന്താണ് ലെറ്റർ എഴുതാൻ അറിയില്ല, ഡോക്യുമെൻറ്റ്സ് ചോദിക്കാനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. നിങ്ങൾ എങ്ങനെ ഒരു ഒഫീഷ്യൽ സ്ഥലത്ത് പോയിട്ട് ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുക, അത് റിക്വസ്റ്റ് ചെയ്യല്ലേ ചെയ്യുക, അല്ലാണ്ട് പറയില്ലല്ലോ എനിക്കിത് അത് താന്ന്. യു വിൽ റിക്വസ്റ്റ് ദം, പ്ലീസ് ഗിവ് ഇറ്റ് ടു മീ എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല ഒരു ഒഫീഷ്യൽ സ്ഥലത്ത് പോയിട്ട്. ഓക്കെ, അപ്പം ഫോർമൽ ലെറ്റർ എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ രണ്ടിൻ്റെയും ഫോർമാറ്റും ഷെയർ ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ, സെൽഫ് ചെക്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണ് നിങ്ങളിനി സെപ്പറേറ്റ്ലി ഈ 3 ലെറ്ററും കറക്റ്റായിട്ട് എഴുതുമ്പം എന്താണ് ചെയ്യേണ്ടത്, ഇസ് ദർ എ സാല്യൂട്ടേഷൻ ലൈക്ക് ഡിയർ സർ, മാഡം, നൗ ഡേയ്സ് വി ഡോണ്ട് ജനറലി യൂസ് റെസ്പെക്റ്റഡ് സർ, വൈ.
ഓക്കെ അങ്ങനെ നൗഡേയ്സ് വി ഡോണ്ട് യൂസ് എന്നുള്ള കാര്യം ഇല്ല. വി ഡു യൂസ് റെസ്പെക്റ്റഡ് സർ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഡിയർ സർ മാഡം യൂസ് ചെയ്യാം, ബട്ട് റെസ്പെക്റ്റഡ് സർ ഇസ് ദ മോർ കറക്റ്റ് ഫോമാറ്റ്. ഓക്കെ, റെസ്പെക്റ്റഡ് സർ ആണ് കൂടുതൽ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഡിയർ പ്രിൻസിപ്പൽ എന്നാണോ കറക്റ്റ്, ഡിയർ പ്രിൻസിപ്പാൽ എന്നാണോ കറക്റ്റ്? PRINCIPAL എന്നാണ് പ്രിൻസിപ്പലിൻ്റെ സ്പെല്ലിംഗ്. PLE എന്ന് ഒരിക്കലും അല്ല. ഓക്കെ, വാട്ട് ഈസ് ദ പോസിബിൾ സബ്ജക്റ്റ് ലൈൻ യു ക്യാൻ റൈറ്റ് ഫോർ ദ ഫസ്റ്റ് ലെറ്റർ? ഓക്കെ, ഫസ്റ്റ് ലെറ്ററിൽ എന്താണ് സബ്ജക്റ്റ് എഴുതാൻ പറ്റുക? ഓക്കെ, എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എന്താണ് റിക്വസ്റ്റ് ടു ഗ്രാൻറ്റ് മീ ലീവ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ടു ഗ്രാൻറ്റ് ലീവ് ആസ് ഐ ആം അൺവെൽ. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് ടു ഗ്രാൻറ്റ് മീ ലീവ് ആസ് ഐ ആം unwell. Okay, next എന്താണ്? We don't generally use the terms from and to before the sender's address and the receiver's address. Why? ഓക്കെ, നമ്മൾ ഒരിക്കലും അഡ്രസ്സിന് മുമ്പേ അല്ല ടു എന്ന് യൂസ് ചെയ്യുക. നമ്മൾ എപ്പോഴാണ് ടു എന്ന് യൂസ് ചെയ്യുക? ടു എന്ന് നമ്മൾ യൂസ് ചെയ്യുക ഏത് ആളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അതിന് മുമ്പെയാണ്. കാരണം ടു എന്ന് എഴുതി എന്താണ് അഡ്രസ്സിന് മുമ്പേ നമ്മൾ ടു എന്ന് എഴുതുമ്പോൾ എന്താണ്, ഈ അഡ്രസ്സിനാണോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്? അതായത് ഈ അഡ്രസ്സിന് നമ്മൾ ടു എന്ന് എഴുതുക, നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് അവരെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ടു എന്ന് എഴുതുന്നത്. അവർക്ക് ഇപ്പം ഞാൻ പറയുന്നത്, സപ്പോസ് ദർ ഇസ് രാഹുൽ ആൻഡ് ദർ ഇസ് രാധിക. ഓക്കെ, സോ രാധിക ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു രാഹുൽ. അപ്പം രാധിക എന്താണ് ചെയ്യുക? ടു എന്ന് എഴുതിയിട്ട് രാഹുൽ, അല്ലെങ്കിൽ എന്താണ് പേര്, സോറി രാഹുൽ അല്ല, ഇപ്പോൾ സപ്പോസ് രാഹുൽ ഇസ് എ പ്രിൻസിപ്പൽ, അപ്പോൾ ടു ദ പ്രിൻസിപ്പൽ, അപ്പോൾ എന്താണ് രാഹുലിനാണ് അഡ്രസ്സ് ചെയ്യുന്നത്, പ്രിൻസിപ്പലിനാണ് ആ ലെറ്റർ കൊടുക്കുന്നത്, അല്ലാണ്ട് പ്രിൻസിപ്പലിൻ്റെ അഡ്രസ്സിനല്ല. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദാറ്റ്. നെക്സ്റ്റ് എന്താണ്, വിച്ച് കോംപ്ലിമെൻ്ററി ക്ലോസ് വിൽ യു ചൂസ് ഫോർ ഓൾ ദീസ് ലെറ്റേഴ്സ്? യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യോഴ്സ് അഫെക്ഷനറ്റ്ലി, യോഴ്സ് ലവിങ്ലി. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? നമ്മളെപ്പോഴും ഫോർമൽ ലെറ്റർ ആണെങ്കിൽ എന്താണ് യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നാണ് യൂസ് ചെയ്യുക. യോഴ്സ് ലവിങ്ലി അല്ലെങ്കിൽ യോഴ്സ് അഫെക്ഷനറ്റ്ലി ഒന്നുമല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ മാത്രമാണ് യോഴ്സ് അഫെക്ഷനറ്റ്ലി അല്ലെങ്കിൽ യോഴ്സ് ലവിങ്ലി എന്നുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എന്താണ്, വാട്ട് ഈസ് ദ എറർ ഇൻ യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി? ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോസ്ട്രഫി വേണ്ട, അപ്പം ഈ അപ്പോസ്ട്രഫി മാറ്റിയാൽ ഇത് കറക്റ്റ് ആണ്. Which one is the modern way of writing dates? 1/10/2015 or October 15th or 1st October 1st? No, 1 October 2015 ആണ് നമ്മളിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോമാറ്റ്. ഓക്കെ, why is it wrong to use GPTC for Government Polytechnic College? നമ്മളൊരിക്കലും ഷോർട്ട് ഫോം യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഒരു കോളേജിൻ്റെ പേര് എഴുതുമ്പോൾ എന്താണ് നമ്മൾ പ്രോപ്പർലി കംപ്ലീറ്റ് കോളേജിൻ്റെ പേര് തന്നെ സ്പെൽ ഔട്ട് ചെയ്യണം, നമ്മൾ ഫുൾ പേര് എഴുതണം, അല്ലാണ്ട് നമ്മൾ ഷോർട്ട് ഫോം യൂസ് ചെയ്യാൻ പാടില്ല. ഡു ദീസ് ലെറ്റേഴ്സ് സജസ്റ്റ് ദ റീസൺ ബിഹൈൻഡ് ദ സ്പെസിഫിക് റിക്വസ്റ്റ്? ഇഫ് നോട്ട്, റൈറ്റ് ദം ഡൗൺ. അപ്പോൾ എന്താണ്, എന്തുകൊണ്ടാണ് ആ റിക്വസ്റ്റ് ഇല്ലത് എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, അത് മെൻഷൻ ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഡോക്യുമെൻറ്റ്സ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ലീവ് ചോദിക്കുമ്പോഴോ എന്താണ് നമ്മൾ അതിൻ്റെതായ റീസൺ കൊടുക്കണം, എന്തുകൊണ്ടാണ് നമ്മളത് ചോദിക്കുന്നതെന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ലെറ്റേഴ്സ് കറക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേക്ക് എ നോട്ട് ഓഫ് ഓൾ ഓഫ് ദാറ്റ്. ഓക്കെ, പിന്നെന്താണ് വിച്ച് വൺ ഇസ് കറക്റ്റ്? ഇതിൽ കറക്റ്റ് ഏതാണ്? ഗ്രാൻഡ് അ ലീവാണോ അതോ ഗ്രാൻറ്റ് ലീവാണോ? ഗ്രാൻറ്റ് അ ലീവ്, ടി എന്നുള്ളതാണ് കറക്റ്റ്. പിന്നെന്താണ് ഹെഡ് പെയിൻ, ഹെഡ് ഏക്ക്, ഏതാണ് കറക്റ്റ്? ഹെഡ് ഏക്ക് എന്നുള്ളതാണ് കറക്റ്റ്. ഹെഡ് പെയിൻ എന്നുള്ളത് ഇസ് റോങ് ഇംഗ്ലീഷ്. ഓക്കെ, ഹെഡ് ഏക്ക് എന്നാണ് നമ്മൾ പറയാം. മൈ ഹെഡ് ഇസ് പെയിനിങ് ഇസ് സ്റ്റിൽ ഓക്കെ, ബട്ട് ഐ ഹാവ് സിവിയർ ഹെഡ് പെയിൻ എന്നെക്കാട്ടും ഹെഡ് ഏക്ക് എന്നാണ് കുറച്ചും കൂടി ഫോർമൽ, കുറച്ചും കൂടി കറക്റ്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രാൻഡ് ആൻഡ് ഗ്രാൻറ്റ്? ഓക്കെ, ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഭയങ്കര ഗ്രാൻഡായ എന്തെങ്കിലും സംഭവം, ഭയങ്കര ഒരു മെഗ്നിഫിസൻ്റ് ആയ സംഭവം ആകുമ്പോഴാണ് അത് ഗ്രാൻഡ് എന്നാവുക. ഗ്രാൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് പ്ലീസ് തരുമോ, സംതിങ് ദറ്റ് യു വിൽ റിസീവ് ഇസ് കോൾഡ് ഗ്രാൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ടിക്ക് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? RECEIVE ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ, അതേപോലെ തന്നെ GRATEFUL ഗ്രേറ്റ്ഫുൾ ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. പോളിടെക്നിക്കിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? POLYTECHNIC, ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. പിന്നെന്താണ് കോളേജ് ആൻഡ് കൊലാജ്? കൊലാജ് അല്ലാതെ കോളേജിൻ്റെ സ്പെല്ലിംഗ് ആണ് COLLEGE. പിന്നെന്താണ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്നാണോ അതോ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണോ? ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നമ്മൾ വേറെ എന്താണ് വിളിക്കുക? കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്.
ഓക്കെ, വേറൊരു ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. റിട്ടേൺ ദ സർട്ടിഫിക്കറ്റ്സ് ആണോ കറക്റ്റ്, റിട്ടേൺ ബാക്ക് ദ സർട്ടിഫിക്കറ്റ്സ് ആണോ കറക്റ്റ്? റിട്ടേൺ ദ സർട്ടിഫിക്കറ്റ്സ് എന്നാണ് കറക്റ്റ്. കാരണം റിട്ടേണിൻ്റെ അർത്ഥം തന്നെ എന്താണ്, നമ്മൾ തിരിച്ചു കൊടുക്കുക. റിട്ടേൺ ബാക്ക് എന്ന് പറയുമ്പം തിരിച്ചു കൊടുക്കുക. വി ആർ സേയിങ് ഇറ്റ് ട്വൈസ്. നമ്മൾ 2 പ്രാവശ്യം സെയിം കാര്യം പറയുന്നത്. റിട്ടേൺ ബാക്ക് എന്ന് പറയുമ്പം എപ്പോഴും റിട്ടേൺ എന്ന് പറയുമ്പം റിട്ടേണിന് മാത്രമേ യൂസ് ചെയ്യണ്ടൂ, റിട്ടേൺ ബാക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, the bodies of 3 letters are given below. Read them and complete the letter given below, selecting the appropriate one. ഓക്കെ, അപ്പം നിങ്ങൾ വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ് നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യണം. കാരണം മാക്സിമം ആൾക്കാർക്കും എന്താണ് പറ്റുന്നത്, അവർ പ്രോപ്പറായിട്ട് അവർക്ക് ലെറ്റർ എഴുതാൻ അറിയുന്നില്ല. ലെറ്ററിന് നല്ലൊരു മാർക്കും ഉണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഫ്യൂച്ചറിലും എപ്പോഴെങ്കിലും പോകുമ്പം ഇപ്പം ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ പോലും ഒരു കവർ ലെറ്റർ കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ എഴുതേണ്ടതെന്ന് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കണം. ഫോമാറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കോ. അപ്പോൾ ഇവിടെ എന്താണ്, ലെറ്ററിൻ്റെ ബോഡി മാത്രം അവർ കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കാമെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇവിടെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർമാറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ലെറ്റർ എഴുതണം. ഈ 3 ലെറ്റേഴ്സും ഈ ഫോർമാറ്റ് വെച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, വേറൊരു കാര്യം എന്താണ്, റൈറ്റ് എ ലെറ്റർ പ്ലേസിങ് ഇൻ ഓർഡർ ഫോർ എൻ ഓഫീസ് ഫില്ലിംഗ് ക്യാബിനറ്റ് വിത്ത് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പം ഇത്രയും ഒരു ഓഫീസ് ഫില്ലിംഗ് ക്യാബിനറ്റ് നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക? ആദ്യം എന്താണ്, ഫസ്റ്റിൽ എന്താണ്, നിങ്ങളെ പേരും അഡ്രസ്സും എഴുതുക. അതിനുശേഷം എന്താണ്, ഡിയർ സർ അല്ലെങ്കിൽ ആരാണെങ്കിലും. അതിനുശേഷം എന്താണ്, സബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ എറർ ഉണ്ട്. സബ്ജക്റ്റാണ് ആദ്യം വരിക, അതിനുശേഷമാണ് ഡിയർ എന്ന് വരിക. ഓക്കെ, അതിനുശേഷം എന്താണ്, വി വുഡ് ലൈക്ക് ടു purchase an office filling cabinet with the following specifications from your company. അത് എഴുതുന്നതിന് മുമ്പേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് അത് മെൻഷൻ ചെയ്യുക. അതിനുശേഷം ഫോർ ഫർദർ ഇൻഫർമേഷൻ കൈൻഡ്ലി കോൺടാക്ട് മീ, നിങ്ങളുടെ നമ്പറും മെയിൽ അഡ്രസ്സും കൊടുക്കുക. യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി ആൻഡ് ദെൻ റൈറ്റ് യുവർ നെയിം. ഐ റിപ്പീറ്റ് ഇറ്റ് വൺസ് മോർ. ഇവിടെ എന്താണ് അവർ ചെയ്തിട്ടുള്ളത്, ഇവിടെ ആദ്യം ഈ ഫോർമാറ്റ് നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഈ ഫസ്റ്റ് 3 ലൈൻസിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് ആദ്യം എഴുതുക. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ എറർ ഉണ്ട്, ഡിയർ അല്ല ആദ്യം വരിക സബ്ജക്റ്റ് ആണ്. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് മേലോട്ടാക്കുക. ഇനി സബ്ജക്റ്റ് എന്താണ്, പർച്ചേസ് ഓഫ് അല്ലെങ്കിൽ പ്ലേസിംഗ് ഓർഡർ ഫോർ ഓഫീസ് ഫില്ലിംഗ് ക്യാബിനറ്റ്. ഓക്കെ, പ്ലേസിംഗ് ഓർഡർ ഫോർ എന്താണ്, ഓഫീസ് ഫില്ലിംഗ് അല്ലെങ്കിൽ ഫയലിംഗ് ക്യാബിനറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ എന്താണ്, ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാൻ. ഓക്കെ, കോമ ആൻഡ് ദെൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കമ്പനീൻ്റെ ആരാണെന്ന് നിങ്ങൾ ആദ്യം മെൻഷൻ ചെയ്യുക. അതിനുശേഷം എന്താണ്, നിങ്ങളുടെ പേരും നിങ്ങളുടെ കമ്പനീൻ്റെ പേരിൽ എന്താണ് പൊസിഷൻ അത് മെൻഷൻ ചെയ്തതിന് ശേഷം ബോഡിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്, വി വുഡ് ലൈക്ക് ടു പർച്ചേസ് എൻ ഓഫീസ് ഫയലിംഗ് ക്യാബിനറ്റ് വിത്ത് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ് ഫ്രം യുവർ കമ്പനി. അതിനുശേഷം എന്താണ്, സ്പെസിഫിക്കേഷൻസ് മെൻഷൻ ചെയ്യുക. 4 ഡ്രോയേഴ്സ് വിത്ത് സ്പെസിഫിക്കേഷൻസ് എന്താണ്, ഹൈറ്റ് 730, വിത്ത് എന്താണ് W&D. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ലൈൻ എന്താണ്, ഫോർ ഫർദർ ഇൻഫർമേഷൻ കൈൻഡ്ലി കോൺടാക്ട് മീ അറ്റ്. അതിൻ്റെ എന്താണ്, നിങ്ങളുടെ നമ്പറും ഇമെയിൽ അഡ്രസ്സും. ഇതെന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും കടക്കാരെ കോൺടാക്ട് ചെയ്യുമ്പം, ഷോപ്പ് കീപ്പേഴ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി നമ്മൾ ഹ്യൂജ് ബൾക്കിൽ ഓർഡേഴ്സ് ചെയ്യുമ്പം കോൺടാക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ആണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. ഫോമാറ്റ് എല്ലാത്തിൻ്റെയും സെയിം ആണ്, പക്ഷേ എങ്ങനെയാണ് എഴുതേണ്ടത് അതിൻ്റെ ഒരു നാക്ക് നിങ്ങൾ പഠിക്കണം. അതിനുവേണ്ടി പ്രാക്ടീസ് തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 1 2 there are 3 here, അപ്പം 6 ആയി, ആൻഡ് 1 more 7 ലെറ്റേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, കംപ്ലീറ്റഡ് ഇൻ ദിസ് വീക്കെൻഡ് ആൻഡ് submitted in the Google Classroom. Okay, thank you. I hope you've understood.